രാവിലെ 9 മണിയോടെയായിരുന്നു പ്രസാദകൂട്ടിന്റെ ഉദ്ഘാടനം. ശ്രീ ഗുരുവായൂരപ്പൻ ഓഡിറ്റോറിയത്തിൽ സജ്ജീകരിച്ച ശ്രീ ഗുരുവായൂരപ്പന്റെ ചിത്രത്തിന് മുന്നിലെ നിലവിളക്കിൽ ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ദിനേശ് നമ്പൂതിരിപ്പാട് ദീപം പകർന്നു. വാഴയില ചിന്തിൽ തേങ്ങാപ്പൂളും ശർക്കരപ്പൊടിയും ഉപ്പും പപ്പടവും നിരന്നു. പാളപാത്രത്തിൽ ഉത്സവവിശേഷമായ കഞ്ഞിയും മുതിരപ്പുഴക്കും ശ്രീ ഗുരുവായൂരപ്പനായി ദേവസ്വം ചെയർമാൻ ഡോക്ടർ വി കെ വിജയൻ വിളമ്പി. തുടർന്ന് തെക്കേ നടപ്പന്തിലെത്തിയ ഭക്തർക്കും പ്രസാദകൂട്ട് വിളമ്പി നൽകി. പ്രസാദകൂട്ടിൽ പങ്കെടുക്കാനായതിന്റെ ധന്യതയിലായിരുന്നു ഭക്തർ. നന്നായിരുന്നു. ഞങ്ങളെല്ലാ പ്രാവശ്യം വന്ന് കുടിക്കാറുള്ളതാ. ഞങ്ങൾ ഇത് 3ാമത്തെ പ്രാവശ്യമാണ് കഴിക്കാൻ വരുന്നത്. എന്താ പറയാന്ന് അറിയില്ല, അത്രയും സ്വാദിഷ്ടമായിട്ടുള്ള ഒരു സംഭവമാണ്. പിന്നെ അത്രയും ജനസമുദ്രമാണ് ഇവിടെ. പിന്നെ നമ്മൾ കുറേ ക്യൂവിൽ നിന്നെങ്കിലും നമുക്കത് കഴിക്കാനുള്ള ഭാഗ്യം ഉണ്ടായി. അതിൽ വളരെ സന്തോഷമുണ്ട്. ഭഗവാനോട് നന്ദി. ഞങ്ങൾക്ക് എൻ്റെ ആദ്യത്തെ അനുഭവമാണ് അങ്ങനെ ഒരു ഉത്സവത്തിന് പങ്കെടുക്കുക എന്നുള്ളത്. അത് സാധിച്ചു. ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനും സാധിച്ചു. എല്ലാവരും പറഞ്ഞു കേട്ടേ വരെയുള്ളൂ. പക്ഷേ ഞങ്ങൾ നല്ല ആസ്വദിച്ച് കഴിച്ചു. ദൈവത്തിൻ്റെ അനുഗ്രഹം തന്നെയാണ് ഇതിനൊക്കെ. നന്നായിട്ടുണ്ട്. എന്തായാലും ഞങ്ങളിങ്ങനെ ഇന്നൊരു തിരുവാതിര ഉണ്ടായിരുന്നു അമ്പലത്തിൽ. അതിന് പങ്കെടുക്കാനും അതിനോടനുബന്ധിച്ച് ഈ ഒരു ഭഗവാന്റെ ഭക്ഷണം കഴിക്കാനും ഞങ്ങൾക്ക് സാധിച്ചു. അതിലൊരുപാട് സന്തോഷമുണ്ട്. എല്ലാ പ്രാർത്ഥനകളും ഉണ്ട്. ഇത്രയും ജനസമുദ്രത്തിനും ഭക്ഷണം കൊടുക്കാനും ഇവിടെയുള്ള ആളുകളൊക്കെ വളരെ നല്ല രീതിയിൽ ഡിസിപ്ലിനോട് കൂടിയിട്ട് തന്നെയാണ്. ചെറിയ തിരക്കുകളും തള്ളൊക്കെ ഉണ്ടായാലും പ്രയാസമില്ലാതെ ഞങ്ങൾ പെട്ടെന്ന് തന്നെ ഭക്ഷണം കഴിച്ചു. അതിനൊരുപാട് നന്ദി ഭഗവാനോട് പറയുന്നു. ഒരുപാട് സന്തോഷം. അതുപോലെ കഴിഞ്ഞ വർഷം എനിക്ക് ഗുരുവായൂരപ്പൻ്റെ ഭക്ഷണം കഴിക്കാനുള്ള ഒരു അനുഗ്രഹം ഗുരുവായൂരപ്പൻ നേടിത്തന്നു. ഇത്തവണയും അതിനൊരു അനുഗ്രഹം ഉണ്ടായി. ഞങ്ങൾ പരപ്പനങ്ങാടിയിൽ നിന്ന് വരുന്ന ഒരു തിരുവാതിര ടീമായിരുന്നു. ഇന്നലെ വന്നതാണ്. ഇന്നിപ്പോൾ ഭഗവാന്റെ ഭക്ഷണം കഴിക്കാൻ കുറച്ച് തിക്കും തിരക്കൊക്കെ ഉണ്ടെങ്കിൽ കൂടിയും ഞങ്ങൾക്ക് നല്ല സ്വാദിഷ്ടമായ ഒരു ഭക്ഷണം കഴിക്കാൻ പറ്റിയതിൽ വളരെ അനുഗ്രഹം. ദൈവത്തിനോട് നന്ദിയും. ആദ്യമായിട്ടാണ് ഞാൻ ഇങ്ങനെ ഗുരുവായൂർ അമ്പലത്തിലെ ഉത്സവത്തിനൊക്കെ വരുന്നത്. ബട്ട് ഇത്തവണ അടിപൊളിയായിട്ട് ഞങ്ങൾ ഇന്നലെ രാത്രി എത്തിയതുകൊണ്ട് തന്നെ ക്യൂ നിന്ന് എല്ലാം ഭഗവാനെ തൊഴാനും കാര്യങ്ങളൊക്കെ പറ്റി. പിന്നെ ഭക്ഷണമായാലും ആദ്യമായിട്ടാണ് ഇങ്ങനെ പ്ലാവിലെ കഞ്ഞിയിലൊക്കെ അങ്ങനെ കഴിക്കുന്നത്. നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. പിന്നെ നല്ല രീതിയിൽ തൊഴാൻ പറ്റി ഇത്തവണ. ആഘോഷങ്ങളും പാട്ടുകളും അങ്ങനെ ഒരു ബോറടിക്കുന്ന ഉറങ്ങണ ഒരു സംഭവം ഇല്ല ഇവിടെ. അടിപൊളിയാണ് ഇപ്പോഴും. 40,000-ലേറെ പേർക്കാണ് ഇന്ന് പ്രസാദകൂട്ട് കരുതിയിരിക്കുന്നത്. പബ്ലിക് റിലേഷൻസ് വിഭാഗം, ഗുരുവായൂർ ദേവസ്വം.